അപ്പൊ ഞങ്ങളും ഞാറ് ചടാൻ വേണ്ടി പോവാണ്. ഞാറ് ചടാൻ വേണ്ടി പോവാം. ഇല്ലേ ഞങ്ങൾക്ക് നടണില്ലേ? വേഗം പോര്. ഞങ്ങൾ ഒരു ഞെണ്ടിനെ പിടിച്ചിട്ടുണ്ട്. അവിടെ ഞാറ് ചടനോട് തിരക്കാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് ഞാറ് ചടയാണ്. സജിത ആദ്യമായിട്ടാ നടണേ? അല്ലല്ല, സജിന ആദ്യമായിട്ടല്ലേ? ആ, സജിന ആദ്യമായിട്ടാണ് കേട്ടോ ഞാറ് നടാൻ പോണത്. ഞങ്ങളൊക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമൊക്കെ നട്ടിരുന്നു. ഇപ്പൊ 2-3 വർഷമായിട്ട് അങ്ങനെ വന്ന് കാണുന്നല്ലാണ്ട് നടാറൊന്നുമില്ല. രാമേട്ട അവിടെ ഉണ്ട്, വരും. നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട്. ഓ ഭയങ്കര വെയിലാണ് കൃഷ്ണ. അതിന്റെ ഐതിഹ്യം ഒന്നും എനിക്കറിയില്ല, അതറിയില്ല. അറിയാത്ത കാര്യം നമ്മള് വെറുതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ വളരെ മോശമാവും. ഇതെന്ത് ഐതിഹ്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇതിങ്ങനെ എല്ലാ കൊല്ലവും ഇന്നെന്താ എത്ര എന്താ തുലാമ? ഇത് കന്നിമാസം അല്ല, ഇത് ഏതമാസം? കന്നിമാസം. ഇത് ഏതമാസം? കന്നിമാസം. സജിതൊക്കെ നടാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെയാ അമ്മ കൂടെ പോയണ്ടോ കേട്ടോ? ഒരു മിനിറ്റ്, ഒരു ഇറങ്ങിക്കോട്ടെ. സജിൻ ചേച്ചി എന്നാ ആ വീഴും, ഞാൻ തള്ളിയിടും. ഞാൻ അപ്പൊ വീടിട്ടോ, നോക്കിക്കോ. അവിടെ വഴുക്കിട്ടോ. രാമുടെ ആ അപ്പൊ നോക്കിക്കോ, വീടിട്ടോ. ആകെ ചളിയാണേ. സജിത മൈക്ക നോക്കട്ടോ. നോക്കി ഇറങ്ങിക്കോ. എങ്ങനെ ഇറങ്ങ? നാരായണ നീ വാങ്ങി അടിയിട്ടുണ്ടോ ചേച്ചിയെ? എവിടെ വീട് അപ്പൊ നോക്കിക്കോ, ചളിയാണ്. ഇതെങ്ങനെയാ? അല്ല അത്ര ചെറുതാക്കണ്ടല്ലോ. എന്താ? അവിടെ പോട്ടെ. തട്ടോളി. ഓല് നടുകയാണ്, ഞാറിഞ്ഞിട്ടാണ്. മതിട്ടോ, നട്ടുട്ടോ. അപ്പൂസിന് ഇറങ്ങാൻ പറ്റില്ലേ? ചളിയല്ലേ, കാൽമൊക്കെ ചളിയാവൂട്ടോ. കൊഴപ്പുണ്ട്. കഴിഞ്ഞോ? ജീവിതത്തിൽ ആദ്യമായി മറ്റൊക്കെ പിന്നെ ആൾക്കാർക്ക് നടാൻ തയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അതൊക്കെ ഇതാണ് നമ്മള് ഇതിനെല്ലോണ്ടാണ് നമ്മളെ അമ്മയ്ക്ക് അതന്നെയാണ് ഇതിന് കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അതെ അറിഞ്ഞവരോട് ചോദിച്ചിട്ട്. ഇന്നലെ നമ്മളിപ്പോ കാലും കൈയൊക്കെ കഴുകിട്ട് വരാം. ചളി കൃഷ്ണ അത് ഒറ്റയ്ക്കാണാ പോകുന്നത്. കൊളത്ത് പോയി നമുക്ക് കാലും കൈയൊക്കെ കഴുകിട്ട്
മുളക് ബജി ഇവിടുത്തെ സ്പെഷ്യൽ മുളക് ബജി അത് ഇന്നെടുത്തു. ഇതിവിടെ തിരുമാനകുളം അമ്പലത്തിന്റെ അടുത്തുള്ള ഫേമസ് ചായക്കടയാണ് കേട്ടോ. എപ്പോഴും വന്ന് കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റ്. അന്ന് ആവിൽ മിൽക്ക് നമ്മൾ കഴിക്കാൻ പോയ പോലെ ചായക്കട, ഫേമസ് ചായക്കടയാണ്. നല്ല ചൂട് ചൂടോടെ ഉണ്ടാക്കി തരാം കേട്ടോ. മുളക് ബജിയാണ്, മുളക് ബജി. അറിയോ അന്നദാനത്തിൽ കയറുന്ന വഴിയാണിത്. പോലാണ്. അപ്പൊ ഇടുക്കുകൂടിയൊക്കെ കേറി പോണം. അത് ചെറിയ ഗ്യാപ്പ് കൂടിയാണ് കടന്നു പോണേ. ചെറിയ ഗ്യാപ്പാണ്. ബുദ്ധന്റെ ശൈലൊക്കെ ഉണ്ട്.